ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. റീഡിംഗ് കാണുന്നവർ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക. പോസിറ്റീവ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറലിസ്റ്റ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സന്റെയും കറന്റ് എനർജി എന്താണെന്ന് നോക്കാം. ടവർ ആണ് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്. ഫൈവ് ഓഫ് കപ്സ്. ഇവിടെ 7 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. എയ്റ്റ് ഓഫ് വാണ്ട്സ്. ഫോർ ഓഫ് സോർട്സ് റിവേഴ്സ് ആണ്. എയ്റ്റ് ഓഫ് പെൻഡക്കിൾ. ജസ്റ്റിസ്. ടെൻ ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ്. ടെൻ ഓഫ് സോർട്സ്. വീൽ ഓഫ് ഫോർച്യൂൺ. പേജ് ഓഫ് പെൻഡക്കിൾ. നയൻ ഓഫ് സോർട്സ്. രണ്ട് കാർഡും കൂടി എടുക്കണോ? സിക്സ് ഓഫ് പെൻഡക്കിൾ. വേൾഡ് കാർഡ് റിവേഴ്സ് ആണ്. കാർഡ്സിന്റെ മീനിങ്ങിലേക്ക് പോവാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് എയ്റ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അബഡൻസിനെ, നിങ്ങളുടെ ഡിസയേഴ്സ് സാധ്യമാകുന്നതിനെ കാർഡ് മീൻ ചെയ്യുന്നു. വലുതും ചെറുതുമായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ എയ്റ്റ് ഓഫ് വാൺസിലൂടെ കാണിച്ചു തരുന്നത്. ഒരു വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വാട്ടർഫോൾസിനെയാണ് കാണിക്കുന്നത്. വെള്ളം ഒഴുകുക എന്ന് പറയുന്നത് അനന്ത സാധ്യതകൾ നമ്മളിലേക്ക് എത്തുക എന്നാണ്. ഇവിടെ തീരുമാനങ്ങൾ നിങ്ങളുടെയാണ്. ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്പീഡായിട്ട് സാധിക്കാൻ പോകുന്നു എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം തന്നെയാണ് അപ്കമിങ് പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് നേടുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാധ്യമാകുന്നു എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. മുന്നോട്ട് എന്നാണ്. സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് ജസ്റ്റിസ് ആണ്. നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോവുകയാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്, ആ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി എന്നാണ്. നാച്ചുറൽ ലോനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു ബാലൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ബാഡ് കർമ്മ എൻഡ് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് ഇനി വരുന്ന പ്രോഗ്രസിനെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. ഒരു സത്യം നിങ്ങളിലേക്ക് അറിയപ്പെടുകയാണ്. വിസ്ഡം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല കാര്യങ്ങൾ സാധ്യമാകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, റിച്ച് ലൈഫിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ സ്നേഹിക്കപ്പെടുകയാണ്. പാസ്റ്റിൽ ഏതൊക്കെ വ്യക്തികളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നഷ്ടമായിട്ടുണ്ടോ, ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുപാട് പേരുടെ സ്നേഹം തിരിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് നീതി എന്നാണ് ജസ്റ്റിസ് പറയുന്നത്. ടവർ ബ്രേക്ക് ആവാണ്. നിങ്ങൾ ഇന്ന് മൂവ് ഓൺ ചെയ്തിട്ട് ഒരു വ്യക്തി പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കമായിക്കൊണ്ട് നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചു വരുന്നു എന്നാണ്. അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പോസിറ്റീവ് എനർജി എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഓരോ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മേലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരികയാണെന്ന് പറയുന്നു.
ഇവിടെ അവയർനെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ചലഞ്ചിനെയാണ് കാണിക്കുന്നത്. നിങ്ങളൊരു ബ്രൈറ്റ് ലൈറ്റ് ആണ്. അപ്പൊ നിങ്ങളെ തേടി ഒരുപാട് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ന്യൂ കണക്ഷൻ എന്ന് കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ എന്ന വ്യക്തിയുടെ മൂല്യം അവർ മനസ്സിലാക്കുന്നു എന്നാണ്. ടവർ ബ്രേക്ക് ആയിക്കൊണ്ട് ബ്രൈറ്റ് ലൈറ്റ് എന്ന നിങ്ങളിലേക്ക് അവർ വരുന്നു. സെവൻ ഓഫ് സ്വാർഡ്സിന്റെ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് നുണ പറഞ്ഞുകൊണ്ടാണെന്ന് യൂണിവേഴ്സ് പറയാണ്. ഇപ്പൊ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിനെ കവർന്നുകൊണ്ട് അവർ പോയി. അതുകൊണ്ടാണ് ഒരു സ്റ്റക്ക് എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അവരെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഓപ്ഷൻ ആയിരുന്നു എന്ന് പറയാണ്. അവർക്ക് വേറെയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് നുണ പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ യൂണിവേഴ്സ് എല്ലാത്തിനും സാക്ഷിയാണെന്ന് പറയുന്നു. തെറ്റിത്തിരുത്തിക്കൊണ്ട് അവർ വരുവാനായിട്ട് തയ്യാറാകുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുകയാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ സെൽഫ് ലവ് ചെയ്യാണ്, നിങ്ങളുടെ പ്രോഗ്രസ് ആണ് നോക്കുന്നത്. 5 ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതില് ഡിസപ്പോയിന്റ്മെന്റ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, ബിറ്റർനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഹർട്ട് ബ്രോക്കൺ ആയിട്ട് കാർഡ് മീൻ ചെയ്യാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്, അവിടെ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളെ അവിടെ നിന്നും അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യാണ്. അവർക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടാവാം, പക്ഷേ നിങ്ങളില്ല. അപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെയാണ് അവർ പദ്ധതി ഇടുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല എന്നാണ്. നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് ആയിട്ട് അവർ കണ്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്, തെറ്റവരാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 ഓഫ് സ്വാർഡ്സിന്റെ എനർജി റിവേഴ്സ് ആണ്. അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് ഈ ബന്ധത്തിന്റെ ആഴം അവർ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല എന്നാ പറയുന്നേ. അവര് എരുതിയിൽ എരിയുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. നിങ്ങളെ മനസ്സിലാക്കാതെയാണ് അവർ പോയിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് പറയാണ്. ഇവിടെ എനർജി നഷ്ടപ്പെടുമ്പോൾ റിക്കവറിങ് എന്നാണ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വന്നാൽ മാത്രമേ അവരുടെ ജീവിതം പൂർണ്ണതയിൽ എത്തൂ എന്ന് മനസ്സിലാക്കുന്നു. സെൽഫ് കെയർ ആണ് അവർ ചെയ്യുന്നതെന്ന് പറയുന്നു. തനിച്ചാണ് അവര്. ചുറ്റും ഒരുപാട് എനർജീസ് ഉണ്ടാവാം, പക്ഷെ അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല, മുന്നോട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് അവര് തിരിച്ചറിയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. തനിച്ചാണ്. 8 ഓഫ് പെന്റക്കിൾഡ് എനർജി നിങ്ങളുടെ എനർജി ആയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ ഹാർഡ് വർക്കിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഇവിടെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, പദ്ധതി ഇടുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കാനാണ്, സുരക്ഷിതമാക്കാനാണ്. നിങ്ങളുടെ മാസ്റ്ററിംഗ് സ്കില്ലിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങളുടെ സോൾ പർപ്പസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെയാണ്. നിങ്ങൾ ക്ഷമയോടുകൂടി തന്നെയാണ് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പ്രോഗ്രസ് കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നത് യൂണിവേഴ്സിൽ മാത്രമാണ്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ്. അത്രയേറെ ഡിറ്റർമിനേഷനോട് കൂടിയാണ് നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുന്നത്. ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ്. ഇത് നിങ്ങളുടെ പ്രോഗ്രസ് ആയിട്ട് യൂണിവേഴ്സ് കാണിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത്രമേൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. യൂണിവേഴ്സ് ആണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ 10 ഓഫ് പെന്റക്കിൾഡ് എനർജി റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. നിങ്ങളിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് യൂണിവേഴ്സ് പറയാണ്. ലക്ഷറി സ്റ്റാറ്റസ് ആണ് അവര് പദ്ധതിയിട്ടത്. ലക്ഷറി ലൈഫാണ് അവർ പദ്ധതിയിട്ടത്. അവരുടെ ഒരു ജീവിതം മുന്നോട്ട് കണ്ടിട്ടാണ്, അവരുടെ പ്രോഗ്രസ് മുന്നോട്ട് കണ്ടിട്ടാണ് അവര് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് എന്ന് പറയാണ്. എന്നാല് യൂണിവേഴ്സ് അവർക്ക് കൊടുത്തിട്ടുള്ളത് തിരിച്ചടിയാണ്. ഫിനാൻഷ്യൽ ലോസിനെയാണ് കാണിക്കുന്നത്. നെഗറ്റീവ് എനർജി അവരിലേക്ക് വന്നു എന്നാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചപ്പോൾ അവർ നിങ്ങളോട് നുണ പറഞ്ഞുകൊണ്ട് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവരിൽ ഫിനാൻഷ്യൽ ലോസ് ആണ് സംഭവിക്കുന്നത്. നെഗറ്റീവ് എനർജി തന്നെയാണ് സംഭവിക്കേണ്ടത്. നിങ്ങൾ അവർക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ പ്രപഞ്ചം ഇതിനെല്ലാം സാക്ഷിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ അവര് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ്. അവരിലേക്ക് തെറ്റിനെ അവർ
മനസ്സിലാക്കുന്നു. നിങ്ങളിലെ വേദനകൾ എന്താകുന്നു എന്നാണ് ഇവിടെ 10 ഓഫ് സോർട്സ് മീൻ ചെയ്യുന്നത്. പെയിൻഫുൾ എൻഡിങ് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് അവസരം വരികയാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ പേഴ്സൺ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നുണ്ട്. അവർക്ക് കുറെ നഷ്ടങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഡീപ്പ് ഹീലിംഗ് ആണ്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ദേഷ്യം വൈരാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹീലാക്കി കളയണം. നമുക്ക് ആരോടും ദേഷ്യം വൈരാഗ്യം പാടില്ല. അവർ ഫാസ്റ്റ് ആയിട്ട് നമ്മളിലേക്ക് വരണമെങ്കിൽ ഹീലിംഗ് തന്നെയാണ് അവിടെ ചെയ്യേണ്ടതായിട്ട് യൂണിവേഴ്സ് പറയുന്നേ. എങ്കിലാണ് നമ്മളിലേക്ക് ഹോപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തടസ്സങ്ങൾ നിൽക്കും. അവർ വരാൻ ആഗ്രഹിച്ചാൽ പോലും തടസ്സങ്ങൾ തന്നെയാണ് മുന്നോട്ട് കാണുക. അപ്പൊ എവറിഡേ ഹീലിംഗ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എങ്കിൽ പെയിൻഫുൾ എൻഡിങ് എന്നാണ്. യെസ്, അവർ തിരിച്ചു വരാണ്. വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബാഡ് കർമ്മ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരികയാണ്. വീല് തിരിയുകയാണ്. ആ ഒരു സൈക്കിൾ തിരിയുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നല്ല കാര്യങ്ങളാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ് എനർജി ഉണ്ടാവില്ലല്ലോ. എപ്പോഴും നമുക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കില്ല. നമ്മളിലേക്ക് ആ ഒരു സമയം മാറിക്കഴിഞ്ഞാല് പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഗ്രോത്ത് ആണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ പ്രപഞ്ചത്തിലാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സാധ്യതകളെ കാണുക. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് കരുതുക. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു വരും. ജനുവിനായിരിക്കണം. അത്രമേൽ ആഗ്രഹത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാനായിട്ട്. നിങ്ങളുടെയാണ് തീരുമാനം. നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഈ റീഡിംഗ് കാണുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും ഒരേ എനർജി അല്ല. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങൾ ഇന്ന് മൂവ് ഓൺ ചെയ്ത് പോയെന്നുള്ള കാര്യം നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പൊ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അവർ നിങ്ങളിലേക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ പേജ് ഓഫ് പെന്റക്കിളിന്റെ എനർജി നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾ പദ്ധതിയിടുന്ന കാര്യം നിങ്ങളിലേക്ക് സാധ്യമായി കൊണ്ടിരിക്കുകയാണ്. മാസ്റ്ററിങ് സ്കില്ലിനെ യൂണിവേഴ്സ് പറയുന്നു. മാനിഫെസ്റ്റിംഗ് ന്യൂ തിങ്സിനെ യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങളിലേക്ക് തുടക്കം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന സ്കില്ലിനെയാണ്, നിങ്ങളുടെ സ്കില്ലിനെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ട് കുറച്ച് ട്രെയിനിങ് ആവശ്യമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതുപോലെ തന്നെ ന്യൂ കരിയർ പാത്തിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അത് നിങ്ങളിലേക്ക് പ്രോഗ്രസ് തന്നെയാണ്. റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് പ്ലാൻ ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം ഒരു എർത്ത് മാജിക് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. പ്രപഞ്ചത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത തന്നെയാണ് ഇവിടെ പറയുന്നത്. 9 ഓഫ് സോർട്സിന്റെ എനർജി നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. നൈറ്റ് മെയർസ് കാണുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഫീലിംഗ് സ്റ്റക്കിനെ, ചില സന്ദർഭങ്ങളിൽ ഡിപ്രഷനിലേക്ക് വരെ അവർ പോകുന്നുണ്ട്. കാരണം അവര് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് നിങ്ങളെടുത്താവാം. അവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളെടുത്താവാം. തെറ്റ് ചെയ്ത് അവരാണെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. റിഗ്രറ്റ് കാണിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്താണ് തെറ്റെന്നവർ സമ്മതിക്കുന്നുണ്ട്. അതുതന്നെയാണ് അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കാത്തത്. നിങ്ങളുടെ പ്രോഗ്രസ് ഇവിടെ സംഭവിക്കുമ്പോൾ അവരിലേക്ക് മാറ്റമാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഫീലിംഗ് സ്റ്റക്ക് അത് അവർക്ക് വരുമ്പോൾ അവർ പോസിറ്റീവായിട്ടുള്ള വ്യക്തി നിങ്ങളാണെന്ന് തിരിച്ചറിയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലവും അവർ അനുഭവിക്കണം. പക്ഷെ നമ്മളല്ല അതിനുള്ള ശിക്ഷ കൊടുക്കേണ്ടത്, യൂണിവേഴ്സ് ആണ്. നമ്മൾ ഹീലിംഗ് ആണ് ചെയ്യേണ്ടത്. നമുക്ക് ആരോടും ദേഷ്യം വൈരാഗ്യം പാടില്ല. നമ്മൾ ഹീലിംഗ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിനോട് നമ്മളുടെ പ്രോഗ്രസിനായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളിലേക്ക് ഏതൊരു വ്യക്തികളുടെ സ്നേഹമാണോ വേണ്ടത്, ആ ഒരു കാര്യത്തെ എന്നിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായും ആ വ്യക്തികളുടെ സ്നേഹം നിങ്ങളിലേക്ക് വരും. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ വേണം. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാവില്ല. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ ചുറ്റുമുള്ളവർക്ക് നമ്മളിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഒരു പോസിറ്റീവ് ഓറ നമ്മളിൽ ഉണ്ടാവണം എന്നാ പറഞ്ഞേ. ഓക്കെ, അപ്പൊ അവരില് ഒരു ഡിപ്രഷൻ കാണിക്കുന്നുണ്ട്, ഫീലിംഗ് സ്റ്റക്കിനെ കാണിക്കുന്നുണ്ട്, ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. 6 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. 2 വഴികളിലൂടെ, 2 വ്യക്തികളിലൂടെ നിങ്ങളിലേക്ക് വരുന്ന പുരോഗതിയെ യൂണിവേഴ്സ് കാണിക്കുന്നു. അബണ്ടൻസ് ആണ്, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സ്റ്റെബിലിറ്റി ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. എന്താണോ നമുക്ക് ആവശ്യം അതിന്റെ ഒരു പടി മേലേക്ക് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ. അല്ലെ, കുന്നോളം ആഗ്രഹിച്ചാലേ മല കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത്, പുതിയ കരിയർ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എങ്കിൽ നിങ്ങൾ അത് ദിവസവും മാനിഫെസ്റ്റ് ചെയ്യണം. അത് സാധ്യമായി കഴിഞ്ഞു എന്ന് ചിന്തിക്കണം. അതിന് യൂണിവേഴ്സിനോട് താങ്ക് യു പറയണം. അത്രമേൽ ആഗ്രഹത്തോടു കൂടി നമ്മൾ
പ്രവർത്തിക്കണം. എഡ്യൂക്കേഷൻ പരമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം എന്താണോ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യണം, ഇപ്പൊ തന്നെ ആഗ്രഹിക്കണമെന്നാണ്. എല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. നെഗറ്റീവ് ചിന്തകൾക്ക് അവിടെ സ്ഥാനമില്ല കേട്ടോ. അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവാണ്, നിങ്ങളുടെ സുഹൃത്തിന്റെ തിരിച്ചുവരവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വ്യക്തി എന്നിലേക്ക് തിരിച്ചു വന്നുവെന്ന് മാത്രമേ കരുതാൻ പാടുള്ളൂ. അങ്ങനെ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. ഏതൊരു കാര്യമായാലും 21 പ്രാവശ്യം എഴുതുക, ദിവസം എഴുതുക. അത് എന്നിലേക്ക് സാധിച്ചു കിട്ടിയതിന് താങ്ക് യു യൂണിവേഴ്സ്. എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ സാധ്യത തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് എനിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ വേൾഡ് കാർഡ് റിവേഴ്സാ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ടേക്കിംഗ് ഷോർട്ട് കട്ട് എന്നാണ് പറയുന്നത്. അവരിലേക്ക് യൂണിവേഴ്സ് കുറച്ച് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നാ പറയുന്നേ. അവരുടെ ജീവിതത്തില് അവർക്ക് ഇപ്പൊ എന്റെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഓരോ ടാസ്കുകൾ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ജീവിതം തന്നെ ഒരു ടാസ്ക് അല്ലേ? അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം. അവർക്ക് അവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിലേസ് ആണ് കാണിക്കുന്നേ. അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അവരിലേക്ക് സാധ്യമാകുന്നില്ല എന്നാ പറയുന്നേ. അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് പോലും അവർക്ക് പൂർണ്ണതയിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നാ പറയുന്നേ. അവിടെയാണ് അവരിലേക്ക് തിരിച്ചറിവ് വരുന്നത്. അവര് തിരിച്ചറിയപ്പെടണം. നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയണം. ഓറക്കിൾ ഡെക്ക് നോക്കുകയാണ്. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. Habits. I don't know if we will ever change. ഈ സെപ്പറേഷൻ നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് നമ്മൾക്കിടയിൽ ഒരു മാറ്റം സംഭവിക്കുമോ, അതായത് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. തിരിച്ചു വരുമ്പോഴേ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നാണ് അവർ ചിന്തിക്കുന്നേ. അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഡാമേജ്. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. അപ്പൊ രണ്ടുപേരും ഇതിൽ വേദനിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. റിഗ്രറ്റ്. ടാരോ കാർഡിൽ കിട്ടിയിട്ടുണ്ട് റിഗ്രറ്റ്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നവർ ചിന്തിക്കുകയാണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെ? അവരാണ് എല്ലാത്തിനും കാരണം, നിങ്ങളല്ല. അതവർ തിരിച്ചറിയുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ബ്രോക്കൺ. ഇവിടെ ഡിസപ്പോയിന്റ്മെന്റിനെ ടാരോ കാർഡിൽ കിട്ടിയിട്ടുണ്ട്. ഐ ഫീൽ ഷട്ടേർഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ സെപ്പറേഷൻ, ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അംബോത്തി. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. എന്നെക്കാളും മികച്ചൊരു വ്യക്തി നിങ്ങളാണ് എന്ന് അവർ പറയാണ്. അപ്പൊ അവരുടെ കുറവുകൾ തന്നെയാണ് അവർ തിരിച്ചറിയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. സോൾ കോൺട്രാക്ട്. ദ ലെസൺസ് ഐ ലേൺ ഫ്രം us will never be forgotten. അപ്പോൾ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കി എന്ന് പറയുന്നത്, അതൊന്നും അവർക്ക് മറക്കാനായിട്ട് പറ്റില്ല എന്നാണ്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ തിരിച്ചറിവ് തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് സോൾ കോൺട്രാക്ട് ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാർഡ് പറയുന്നത്. ഇതൊരു സോൾ കോൺട്രാക്ട് ആണ്. നിങ്ങളുടെ എനർജി നോക്കുമ്പോഴേ സ്പേസ് ആണ്. കഴിഞ്ഞ ദിവസം ഇതന്നെ കിട്ടിയിട്ടുണ്ട്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. എനിക്ക് കുറച്ചും കൂടി സമയം വേണം ചിന്തിക്കാൻ എന്ന് പറയാണ്, അല്ലെ? ഇനി തിരിച്ചു വരുമ്പോൾ ഇനി അവർ ചീറ്റ് ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അതാണ് നിങ്ങൾ ചിന്തിക്കുന്നേ. പക്ഷെ യൂണിവേഴ്സ് പറയുന്ന റിയൂണിയൻ എന്നാണ്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. നമ്മൾ ഒരുമിച്ച് തിരിച്ചു വരുമെന്നാണ്, പഴയതുപോലെ ഒരുമിച്ചാകുമെന്നാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ആയിട്ട് കാണിക്കുന്നേ. റീഡിങ് നിർത്തട്ടെ. അപ്പോൾ സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നേ. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.